എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സ്ട്രോബെറി, അതുപോലെ തന്നെ ഡാലിയ, നമ്മുടെ കൊങ്ങിണി ചെടി, ഈ 3 ചെടികൾ നടുന്ന വിധമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ലൻഡാന പ്ലാന്റാണ്, യെല്ലോ കളറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു പോട്ടാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കരിയില നിറച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഴയ ഗ്രോ ബാഗ് വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്തെ മണ്ണ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നിറയ്ക്കാം. അപ്പം നല്ല ലൂസായിരിക്കും. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സ് കാരണം പിടിച്ച് കിട്ടാൻ എളുപ്പമുണ്ട്. കുറച്ച് 1/4 ഭാഗത്തോളം നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ചെടി നടുന്നതിന് മുമ്പ് വൈകിട്ടാണ് നടുന്നതെങ്കിൽ രാവിലെ കുറച്ച് വെള്ളത്തിലിറക്കി വെക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പം ഈ മണ്ണൊന്ന് ലൂസാകും. ഈ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണെന്ന് പറയുന്നത് ഈ പശയുള്ള മണ്ണാണ്. അപ്പോൾ അതേപടി നട്ടാൽ വേരോടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഈ മണ്ണ് നന്നായിട്ട് ലൂസായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് നടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഈ കവറ് ഒന്ന് കട്ട് ചെയ്യുവാണേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം കുറച്ചൊന്ന് മണ്ണ് കളയണം. വേരൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുക, അതുകൊണ്ട് ജസ്റ്റ് ഇവിടുത്തെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളത്തിലിറക്കി വെക്കുവാണെങ്കിൽ ഇത് നല്ലതായിട്ട് ലൂസാകും. ഇതിപ്പം ഞാൻ ജസ്റ്റ് നനച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഈ താഴ്വശത്തെ ഈ മണ്ണ് നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. എന്നാലേ ഇപ്പം നമ്മൾ വെക്കുന്ന ആ മണ്ണുമായിട്ട് പെട്ടെന്നൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പശ മണ്ണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് കാരണം ഇത് പിടിച്ച് കിട്ടാൻ പാടുവരും, വേരോടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതുണ്ട്, നനഞ്ഞിരുന്നുകൊണ്ട് നമുക്കിത് ഇളക്കാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് നമുക്കിത് ലൂസാക്കി എടുക്കാം. ഈ മേൽഭാഗത്തെ മണ്ണും ഇങ്ങനെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് കൂടെ ഇളകല്ല, ഇതിൻ്റെ സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതാ ഇങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്താ പശ മുതലോ മണ്ണോ ഉണ്ട് ഭയങ്കരമായിട്ട് പിടിച്ചു കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം മറ്റ് അതിനകത്തോട്ട് വെക്കുമ്പം വേരോടാൻ എളുപ്പമാവും. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇതേപടി ഇങ്ങനെ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ഇരിക്കുന്ന ഈ മണ്ണുണ്ടല്ലോ, മുമ്പേ ഇട്ട് ആ മിക്സ് ചെയ്ത് വളമൊക്കെ മിക്സ് ചെയ്ത മണ്ണ്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലൻഡാന പ്ലാന്റ്. ഇതുണ്ടോ? അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തണലത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കണം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടും.
നമ്മൾ കുറച്ച് വെള്ളം ജസ്റ്റ് ഇതൊന്ന് നനയുന്ന രീതിയിൽ, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഇതിനകത്തൊന്ന് തളിച്ചു കൊടുക്കുക. ഏത് ചെടി നട്ട് കഴിയുമ്പോഴും ഒരു ഇച്ചിരി വെള്ളം അതിന് തളിച്ചു കൊടുക്കും. അപ്പം നന്നായിട്ടത് നിൽക്കും. അടുത്ത് നമുക്ക് നടാനുള്ളത് സ്ട്രോബെറിയുടെ തൈയാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ തൈ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ നോക്കി വാങ്ങിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നല്ല രീതിയിൽ ഇത് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ കാ പിടിക്കും. നമ്മൾ വളരെ എളുപ്പമാണ് ഇതിൻ്റെ കെയറിങ്ങൊക്കെ. അപ്പം നമുക്ക് നടാം. നമ്മൾ സ്ട്രോബെറി നടാനായിട്ട് ഈ ഒരു പോട്ടാണ് എടുത്തേക്കുന്നത്. അന്നേരം നല്ലതായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറിക്ക് ആണെങ്കിൽ ഒത്തിരി താഴോട്ടുള്ള വേരൊന്നും പോകത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നീളത്തിലുള്ളതാകുമ്പോൾ അത് സൈഡിലോട്ട് പടന്ന് വളർന്നോളും. അപ്പോൾ ഇങ്ങനൊരു പോട്ടാകുമ്പോൾ നല്ലതാണ്. അല്ല നമുക്ക് ഗ്രോ ബാഗ് വേണേലും നടാം. ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി നടാനായിട്ട് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പഴയ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ നല്ല ലൂസായിരിക്കും. അപ്പം ഗ്രോ ബാഗിൽ മണ്ണില്ലെങ്കിൽ നമ്മൾ മണ്ണും ചകിരിച്ചോറും ചേർത്ത് നടുക. അധികം വളം ചേർത്ത് സ്ട്രോബെറി നടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊന്ന് വളർന്നു കഴിഞ്ഞിട്ട് നമുക്കതിന് വേണ്ട വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത് മൊത്തം നിറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കരിയിലയും കൂടെ ചേർത്താണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പം നന്നായിട്ട് ഇത് ഒത്തിരി മേൽഭാഗം വരെ പോണ്ട, ഇത്രയും നിറഞ്ഞ് നിന്നാൽ മതി. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ തൈ നടാം. ഇനി നമുക്ക് ചെടി നട്ടു കൊടുക്കാം. അതിന് കവറ് നമ്മൾ സൈഡിൽ കൂടെ കട്ട് ചെയ്ത് കവർ മൊത്തം മാറ്റിയെടുക്കണം. പശ പോലെയുള്ള മണ്ണാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ നടുഭാഗം എന്ന് പറയുന്നത് ക്രൗൺ എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും മേളി വരുന്ന രീതി വേണം നടാനായിട്ട്. അതുപോലെ തന്നെ ഈ മണ്ണ് അടിയിലത്തെ ആ മണ്ണ് കുറച്ച് പൊട്ടിച്ച് കളഞ്ഞ്, അതുപോലെ തന്നെ മേളിലത്തെയും മണ്ണ് കുറച്ച് നമ്മൾ പൊട്ടിച്ച് കളയണം. എന്നിട്ട് വേണം നമ്മൾ നടാനായിട്ട്. അന്നേരം എളുപ്പത്തിൽ നമുക്ക് വേര് പിടിച്ച് കിട്ടും. വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക ഒക്കെ ചെയ്താൽ നമുക്ക് ആ മണ്ണ് ലൂസായിട്ട് കിട്ടും. എളുപ്പം നമുക്ക് നടുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് നടാനായിട്ട് പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി വലിയ പോട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആ നടുഭാഗം മേളിൽ നിൽക്കുന്ന രീതിയിൽ നടണം, അല്ലെങ്കിൽ ചെടി അഴുക്കായി പോകും. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പോട്ട് ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ സൈഡിലോട്ട് പടർന്ന് പിടിക്കും. ഗ്രോ ബാഗ് ആണെങ്കിലും നല്ലതാണ്. നമ്മൾ പിന്നെ സ്ട്രോബെറിക്ക് തൈ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ റണ്ണർ വരും. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഇത് കണ്ടോ, ചെറിയ വേര് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കിളിച്ച് തൈകൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ ഇതുപോലൊരു പോട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ അത് ഒരു തൈയായിട്ട് നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ റണ്ണർ വരുന്നത് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നില്ല, കുറച്ചൊന്ന് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും. ഇത് ആണെങ്കിൽ കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് തണലി വെക്കുക. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വെയിൽ വേണം. അതുപോലെ തന്നെ ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് കടലപ്പിണ്ണാക്ക് ഇട്ടിട്ട് അത് പുളിപ്പിച്ച് ഒഴിക്കുവാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇപ്പം ഇതിനകത്ത് കണ്ടോ, കുറച്ച് ഇലകളൊക്കെ പഴുത്ത ഇലകളുണ്ട്. പഴുത്തതും ഉണങ്ങിയതുമായിട്ടുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മളങ്ങനെ നിർത്തിയേക്കല്ല. അത് എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പം മൊത്തം ചെടിയും പോകാനായിട്ട് എന്തെങ്കിലും കീടങ്ങളൊക്കെ വന്ന് മൊത്തം ചെടിയും പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഉണങ്ങിയ സംഭവങ്ങളൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റിയേക്കണം.
ഇതുണ്ട്, ഇവിടുന്ന് ഒരു റണ്ണറും വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു റണ്ണറും വരുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ തൈ പോലെ ആയി വരും. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് ചകിരി വെച്ച് കൊടുക്കണം. അത് ഇല ഇങ്ങനെ മണ്ണി വന്ന് തട്ടിയിട്ട് ഇതിന് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും, അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ ഇത് മണ്ണി തട്ടി അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ച് ചകിരി എടുത്തിട്ട് മാക്സിമം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ അങ്ങ് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇതേ തട്ടിക്കിടക്കും, മണ്ണി തട്ടാതെ നല്ല രീതിയിൽ അവിടെ നിന്നോളും. അഴുക്കൊന്നും ആയി പോകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ മണ്ണിൽ തൊടാതെ. അതുപോലെ ഇലയാണേലും ഇങ്ങനെ താഴോട്ടൊന്നും കിടക്കാതെ ഇങ്ങനെ തന്നെ താഴെയൊക്കെ മുട്ടി കിടക്കുവാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. അതുപോലെ റണ്ണർ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും. ഇതുപോലെ ഈ റണ്ണർ വരുന്നതും കട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. നമ്മുടെ കാലാവസ്ഥ നല്ല രീതിയിൽ ഫലം തരും. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണിക്കും. അടുത്ത് നമ്മുടെ ചെടി എന്ന് പറയുന്നത് ഡാലിയാണ്. ഇത് നമ്മൾ ഈ പോട്ടിനകത്തോട്ടാണ് നടുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ ചാണകപ്പൊടി, ഇത്രയും മാത്രം മിക്സ് ചെയ്ത് നമ്മൾ ഡാലിയ നടുക. എന്നിട്ട് തണലത്ത് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഡാലിയ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഡാലിയയുടെ കമ്പ് മുറിക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കല്ല, നമുക്ക് ഏറ്റവും താഴത്തുനിന്ന് ഇങ്ങനെ എടുക്കുക. അറ്റത്തൊരു ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യല്ലേ, ഇങ്ങനെ താഴത്തുനിന്ന് അതിൻ്റെ ആ എൻഡ് വരത്തില്ലേ ആ സ്റ്റെമ്മിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 4 കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയല്ല വെക്കുന്നത്, അഥവാ പോയാലും നമുക്ക് ചെറിയ തൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്താൽ ചിലപ്പം ചീഞ്ഞൊക്കെ പോകും. നമ്മൾ കണ്ടോ ഈ അറ്റം വെച്ച് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു സീഡ്ലിംഗ് ട്രേ ഉണ്ട്, അതിനകത്താണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പേപ്പർ ഗ്ലാസ്സിനകത്ത് ചകിരിച്ചോറ് നിറച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കുത്തി വയ്ക്കാം. ഇതുണ്ടോ, ഇങ്ങനെ കുത്തി വെച്ചാൽ നമുക്ക് അത് പിടിച്ച് വരുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ തൈയും കൂടെ ചെയ്തെടുക്കാം. ഉണ്ടോ, ഇത് എന്നിട്ട് വെള്ളം നനച്ച് തണലത്തോട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ പിടിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് തൈയാക്കി എടുക്കാം. അപ്പം കൊണ്ടുവന്ന ഉടൻ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് വേറെയും നമുക്ക് തൈകൾ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ കവറൊന്ന് പൊട്ടിച്ചെടുക്കാം. കവറ് പൊട്ടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് നടാം. നല്ല നനവോടായിരിക്കുന്നത്. പശ പോലത്തെ മണ്ണ് കുറച്ച് പോയാലും കുഴപ്പമില്ല. ഇത് ഉണ്ടോ, നനച്ച് വെച്ചിരുന്നോണ്ട് ഇതുണ്ടോ, ഇതെല്ലാം നല്ലതായിട്ട് വേരൊക്കെ നല്ല രീതിയിൽ ഇതുണ്ടോ ഇങ്ങനെ ലൂസായിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് നടുമ്പോൾ പെട്ടെന്ന് ഇതിനകത്തോട്ട് വേരോടും. അപ്പം നമ്മൾ ഇതിന് വലിയ പോട്ടൊന്നും വേണ്ട, ഡാലിയയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ട് മതി. നമുക്ക് ഇത് ഒത്തിരി അങ്ങ് താഴോട്ട് പടർന്ന് പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ പോട്ടിനകത്തോട്ട് ഇത് ഇറക്കി വെക്കാം. ഈ മേളത്തെ മണ്ണും കുറച്ച് ലൂസാക്കി വെക്കുക. ഈ ഭാഗം ഒത്തിരി താഴോട്ട് പോകണ്ട, മേളിൽ തന്നെ നിൽക്കുന്ന രീതി നമുക്ക് നടാം. ഇനി കുറച്ച് ദിവസം തണലത്ത് തന്നെ വെച്ച് നമുക്ക് വെള്ളം ഒഴിച്ച്, ഓവർ വെള്ളം വേണ്ട, ജസ്റ്റ് നനച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം. അപ്പം വെള്ളം ഇങ്ങനെ ചുവട്ടിലോട്ട് വരുന്ന രീതിയിൽ, ഇലയിലൊന്നും അധികം വെള്ളം വീഴാതിരിക്കുന്നതാണ് നല്ലത്. അത് നിന്ന് ചിലപ്പം അളിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ചുവട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം വേണ്ട.
സ്ട്രോബെറിയും ഡാലിയും അതുപോലെ തന്നെ ലൻഡാന ഈ 3 ചെടി ആണ് നട്ടത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.